നമസ്കാരം. ഇന്ന് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമുണ്ട്, വിശപ്പില്ല. അതുപോലെ തന്നെ ദഹനത്തിൻ്റെ ചില ഇഷ്യൂസ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് പവനമുക്താസനം. ആദ്യം തന്നെ പറയട്ടെ, ഇത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് പേരുണ്ട്. പ്രധാനമായിട്ട് സ്ത്രീകളിൽ ഗർഭിണികളായുള്ള ആൾക്കാർ ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നട്ടലിന് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാർ, വയറിന് ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഹൈ പ്രഷർ ഉള്ള ആൾക്കാരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. കാരണം കിടന്നിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും വിഷമം അനുഭവപ്പെടുകയാണെങ്കിൽ അന്നേരം നിശ്ചലമായിട്ട് കിടന്നാൽ മതി. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാവർക്കും പൊതുവെ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പവനമുക്താസനത്തിൻ്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് വരാൻ വിഷമമുണ്ട്. അതിനുള്ള ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളുടെ ഇന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്രമത്തിൽ അത് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. ഗുണങ്ങൾ ഇത് ചെയ്തതിന് ശേഷം പറയാം. യോഗാസനം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ശീതളീകരണ വ്യായാമം എന്തായാലും ചെയ്യണം. ശരീരത്തെ ആകെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പവനമുക്താസനം ചെയ്യുന്നത് മലർന്ന് കിടന്നിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപോകാം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി 1 by 1 പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഓരോ കാലുകൾ രണ്ടും കൃത്യമായി മടക്കേണ്ടതുള്ളതുകൊണ്ട് ഓരോ കാലും അതൊന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇനി പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കാം. ആദ്യം ഒരു കാല്, വലത് കാല് പൊക്കുന്നു. കാലിൻ്റെ ഉപ്പൂറ്റി കാണുന്ന വിധത്തിൽ പൊക്കിയാൽ മതി. എത്ര പൊക്കാമോ അത്രയും പൊക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് മടക്കുക കാല്. എന്നിട്ട് കാല് നെഞ്ചിനോട് ചേർക്കുക. പിന്നെ തല പൊക്കി താടി കാൽമുട്ടൽ മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തി വെക്കുക. കാല് നൂർക്കുക. കാല് താത്തു വെക്കുക. ഇനി അടുത്ത് മറ്റേ കാല് ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് മടക്കുന്നു. പരമാവധി നമ്മുടെ നെഞ്ചിനോട് ചേർക്കുന്നു. തല പൊക്കുന്നു. കാൽമുട്ടൽ താടി മുട്ടിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തുന്നു. കാല് ഉയർത്തുന്നു. നിലത്ത് കൊണ്ടുവെക്കുന്നു. ഇത് 2 or 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ കാലിന് വഴക്കം ലഭിക്കും. ഇനിയാണ് നമ്മൾ പവനമുക്താസനത്തിൻ്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് പോകുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലും പൊക്കുന്നു. ഉപ്പൂറ്റി കാണുന്ന അത്ര ഉയരമെങ്കിലും എത്തണം. കൈകൾ 2 വശങ്ങളിലായിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് 2 കാൽമുട്ടും മടക്കുന്നു. കൈകൾ കൊണ്ട് പിടിച്ച് കാലിനെ നമ്മുടെ നെഞ്ചിനോട് ചേർക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് തന്നെ തല ഉയർത്തി കാൽമുട്ടുകളുടെ രണ്ടിൻ്റെ ഇടയിൽ നമ്മുടെ താടി മുട്ടിക്കുന്നു. കാൽപാദം ചരിഞ്ഞ് ഇരിക്കണം, നേരെ മുകളിലോട്ടല്ല. എന്നിട്ട് നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക.
എത്ര നേരം നമുക്ക് നിൽക്കാൻ പറ്റുമോ, എന്തെങ്കിലും വിഷമം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിർത്തുക. എത്ര നേരം നിർത്താൻ പറ്റുമോ അത്രയും നേരം, ഒരു 3-5 സെക്കൻഡെങ്കിലും നിൽക്കണം. നോർമൽ ശ്വാസോച്ഛ്വാസം. പിന്നെ ഒരു ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്തുക, കൈകൾ റിലീസ് ചെയ്യുക, കാലുകൾ നേരെ മുകളിലോട്ട് പൊക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ രണ്ടും താഴ്ത്തി വെക്കുക. നമ്മുടെ നട്ടെല്ല് മുന്നോട്ടൊന്ന് വളഞ്ഞിരുന്നു, അതുകൊണ്ട് അതിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് കൈകൾ രണ്ടും തലയുടെ മുകളിലോട്ട് കൊണ്ടുവരിക, ഒന്ന് കോർത്ത് പിടിക്കുക, കൈ ഒന്ന് തിരിക്കുക, എന്നിട്ടൊന്ന് ദീർഘമായി വലിയുക. അത് 1-2 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. ഇതാണ് പവനമുക്താസനം. ഇനി ഈ പവനമുക്താസനം ചെയ്യാൻ പാടില്ലാത്ത ആരൊക്കെയെന്ന് പറഞ്ഞു. ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. പൊതുവെ വിശപ്പില്ല, ദഹനത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് വിശപ്പില്ലായ്മ വരുന്നത്. പിന്നെ ഇന്നത്തെ ആഹാര രീതിയും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ പവനമുക്താസനം കൊണ്ട് സാധിക്കുന്നത് വിശപ്പുണ്ടാകും എന്നുള്ളതാണ്, ദഹന പ്രക്രിയയെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. മറ്റൊന്ന്, ആന്തരിക അവയവങ്ങൾക്ക് ഒരു ചലനം ഉണ്ടാകും, കാരണം അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ ഇത് സഹായിക്കും. മറ്റൊന്ന്, പുറത്തിന് നല്ല വിരിവ് ലഭിക്കും. പിന്നെ നമ്മുടെ അരക്കെട്ട്, അതുപോലെ വയറ്, ഇവിടുത്തെ എല്ലാ പേശികൾക്കും നല്ല വലിവ് ലഭിക്കുന്നതിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ ഈ പവനമുക്താസനം കൊണ്ട് സഹായിക്കും. പ്രധാനമായിട്ടും നമ്മുടെ ദഹനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു യോഗാസനമാണ് പവനമുക്താസനം. അപ്പോൾ ചെയ്തു നോക്കുക, അതിൻ്റെ ഫലം എന്തുണ്ടെന്ന് സ്വയം അനുഭവിച്ചറിയാം. ഇന്ന് കണ്ണിന് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ പൊതുവെ ഇപ്പം കണ്ണട എല്ലാവരുടെയും ശീലമായി മാറിയിരിക്കുകയാണ്, കൊച്ചുകുട്ടികൾ മുതൽ. അപ്പോൾ നമ്മുടെ കണ്ണിലെ ഞരമ്പുകൾ, അത് ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർമാർ പറയാറുണ്ട് ഞരമ്പ് അല്പം വീക്കാണെന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന കണ്ണിനുള്ളൊരു വ്യായാമമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് കണ്ടു നോക്കുക, അതിനുശേഷം പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ ശീലിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്യാം. നമ്മൾ കണ്ണടച്ചിരിക്കുക, സ്വസ്ഥമായിട്ട്. അല്ല, ഇനിയിപ്പോൾ നിലത്തിരിക്കാൻ പറ്റില്ല, കസേരയിൽ ഇരുന്നാലും നേരെ ഇരിക്കണം, നേരെ നട്ടെല്ല് നിവർന്നിരിക്കുക. കണ്ണടച്ചൊരു അല്പസമയം നമ്മുടെ കണ്ണിന് വിശ്രമം കൊടുക്കുക. ഇത് കണ്ണടച്ചുകൊണ്ടും ചെയ്യാം, കണ്ണടച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കുറേ കൂടെ നല്ലത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് കണ്ടുകൊണ്ട് കാണുക, കണ്ണ് മെല്ലെ തുറക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, ഇത് പറഞ്ഞുകൊണ്ട് ആ വശങ്ങളിൽ നോക്കുക. മെല്ലെ റൈറ്റ്, അപ്പ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, അപ്പ്, റൈറ്റ്. അപ്പോൾ ഈ കൗണ്ട് പറയുന്നത് കൂട്ടി വന്നാൽ അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ് ഇങ്ങനെ പറയുമ്പോൾ നമുക്കിതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. തല അനങ്ങരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു
സൈഡിലേക്ക് നമ്മൾ ഒരു 5 10 തവണ ചെയ്താൽ 10 തവണയൊക്കെ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ ദൃഷ്ടി ഒരു സ്ഥലത്ത് വെച്ചു. പിന്നെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ്, ലെഫ്റ്റ് ഡൗൺ റൈറ്റ് ലെഫ്റ്റ്, ഇങ്ങനെ ചെയ്ത് സർക്കിൾ പൂർത്തിയാക്കുക. പെട്ടെന്ന് റൗണ്ട് വരാൻ സാധിക്കില്ല. അപ്പോൾ ഈ നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മുടെ കണ്ണിനെ ചലിപ്പിച്ച് ആ റൊട്ടേഷൻ പൂർത്തിയാക്കിക്കൊണ്ട്, അപ്പോൾ കണ്ണിന് ആകെ നമുക്ക് ചലനം. ഇത് കണ്ണ് അടച്ചുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് കാണിച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണടച്ചിട്ട് നമ്മൾ മനസ്സിൽ പറയുക അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്, അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്, അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ്, അപ്പ് റൈറ്റ്, എന്നിട്ട് അതിനെ സ്പീഡ് കൂട്ടി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓപ്പോസിറ്റിൽ വരുമ്പോൾ അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ്, അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ്, അങ്ങനെ സ്പീഡ് കൂട്ടി നമുക്ക് ചെയ്യാം. ഇത് ആദ്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ജസ്റ്റ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ചെയ്യുക, നേരെ വരുന്നത്. പിന്നെ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്ത് തീർത്തതിന് ശേഷം ആദ്യം തുടങ്ങുന്നവരൊക്കെ എന്ത് ചെയ്താൽ മതി, ഈ അപ്പ് ഡൗൺ ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് ചെയ്ത് പിന്നെ ക്രമേണ സർക്കിൾ പൂർത്തിയാക്കിയാൽ മതി. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ വലിയ ഇഷ്യൂ ഇല്ല, എന്നാലും പിന്നെ വലിയ പ്രശ്നം ഉള്ള ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർ, അല്ല ലെൻസ് വെച്ചിട്ടുള്ള ആൾക്കാർ, അവരൊന്നും ഇത് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പ്രത്യേകം ഓർക്കുക. യോഗാസനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ന് വളരെയേറെ പ്രസക്തി കൂടി വരുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനം ജീവിതശൈലിയെക്കുറിച്ച് പറയാറുണ്ട്. ജീവിതശൈലി എന്ന് പറയുമ്പം പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ആഹാരവും അതിനോടനുസരിച്ച് നമുക്ക് ചെയ്യാതെ ചെയ്തിരിക്കുന്ന വ്യായാമങ്ങളുമാണ്. അപ്പോൾ ഇവിടെ യോഗാസനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ വെള്ളം കുടിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യോഗാസനം ചെയ്യുന്നത് തന്നെ നമ്മുടെ ശരീരവും മുഴുവൻ ശുദ്ധിയാക്കിയതിന് ശേഷം വേണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം രാവിലെ ലാട്രിനിൽ അതുപോലെ യൂറിനിലൊക്കെ പോയി കുളിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ശരീരശുദ്ധി പൂർണ്ണമായി വരുത്തുക. ചെയ്യുമ്പം വേർക്കും, അത് സാരമില്ല, എന്നാലും ഏറ്റവും നല്ലത് പിന്നെ ശോധനകളൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഒരല്പം വെള്ളം കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം, കൂടുതൽ വെള്ളം കുടിക്കരുത് എന്ന് പ്രത്യേകം ചെയ്യുക. യോഗാസനം ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ആഹാരം, ലൈറ്റായിട്ടുള്ള ആഹാരം കഴിച്ചാലും ചിലപ്പം ചില ആൾക്കാർ സ്നാക്സ് കഴിക്കും, ബിസ്ക്കറ്റൊക്കെ. അപ്പോൾ അങ്ങനെ കഴിച്ചാലും ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞേ ചെയ്യാൻ പാടുള്ളൂ. അത് ലൈറ്റ് ഫുഡ് ഉണ്ടല്ലോ, നമ്മൾ 2 ഇഡ്ഡലി കഴിച്ചു അല്ലെ ദോശ കഴിച്ചു, അങ്ങനെയുള്ള ആൾക്കാർ അത് ദഹിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂറൊക്കെ നമ്മൾ ആഹാരം കഴിച്ചാൽ ദഹിക്കാൻ വേണം. അപ്പോൾ കഴിയുന്നതും ആഹാരം ഒന്നും തന്നെ കഴിക്കാതെ യോഗാസനം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു കാരണവശാലും, ഇപ്പോൾ ചില ആൾക്കാർ ഫ്ലാസ്കിൽ വെള്ളമൊക്കെ വെച്ചിട്ട് യോഗാസനം ചെയ്യുന്നത്, ഒരു കാരണവശാലും അതിനിടയ്ക്ക് വെള്ളം കുടിക്കരുത്. അങ്ങനെ തോന്നിയാൽ നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരുന്നു. ഞാൻ നേരത്തെ ശീതളിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരീരത്തെ തണുപ്പിക്കാൻ. വെള്ളം കുടിക്കുന്ന ശരീരത്തെ തണുപ്പിക്കാനല്ലോ. അപ്പോൾ ശീതളി പ്രാണായാമം ചെയ്താൽ നമ്മുടെ ശരീരം തണുത്തു വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. വെള്ളം ഇടയ്ക്ക് നമ്മൾ കുടിക്കുന്നത് നല്ലതല്ല. ആഹാരം ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ യോഗാസനം ചെയ്തതിന് ശേഷം, കാരണം നമ്മുടെ ശരീരം ആകെ ഒന്ന് ചൂടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് ലെവലായി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് യോഗാസനം കഴിഞ്ഞാൽ ഉടനും പെട്ടെന്ന് പോയി നമ്മൾ വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യരുത്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഉച്ച ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 4 മണിക്കൂറിൽ കൂടുതൽ സമയം കഴിഞ്ഞ് മാത്രമേ യോഗാസനം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, ലൈറ്റ് ഫുഡാണെങ്കിലും അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറെങ്കിലും കഴിയാതെ നമ്മൾ യോഗാസനം ചെയ്യരുത് എന്നാണ് ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.